ഇരിക്കും. ഓക്കെ. പിന്നെ വരുന്നതാണ് സ്പേസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പേസ് കുറച്ച് നമ്മൾ മൊത്തം ഇപ്പൊ നമ്മൾ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ട്രെയിനിൽ ഒരു ആക്സിഡന്റ് നടന്ന കാര്യങ്ങൾ നിങ്ങൾ വാച്ച് ചെയ്തതായിരിക്കും അല്ലെ? ഒരു ശ്രീകുട്ടി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അധികം പ്രായമില്ല, കുട്ടീനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ഒരു കാര്യം. അപ്പൊ ആ ട്രെയിനിൽ അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോ അല്ലെ, നമുക്ക് ആ ട്രെയിനിൽ യാത്ര എന്ന് പറയുന്നത് അത്ര സുഖകരമല്ല. അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യം എടുത്താലും ഏതൊരു ഫീൽഡിലായാലും. ഇപ്പൊ നമ്മളൊരു ഡിസൈനിങ്, ഇപ്പൊ ഞാൻ പറയുന്ന ടോപ്പിക്കാണ് ഞാൻ കൂടുതൽ പറയുന്നത്. അപ്പൊ നമ്മളൊരു ഡിസൈനിങ്ങിലേക്ക് വരുമ്പോ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഒരു ഡിസൈനിങ്ങിന്റെ ഒരു പേജിന്റെ ഉള്ളിൽ നമ്മൾ കൊണ്ട് നിറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുക? എല്ലാത്തിലും ഒരുപോലെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട കാര്യം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഡിസൈനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. അത് പ്രോപ്പറായിട്ട് മറ്റുള്ളവരിലേക്ക് ആ സന്ദേശം എത്തുകയുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡിസൈനിങ് ചെയ്യുമ്പോൾ ഒരു സ്പേസ്, കാര്യങ്ങൾ, ഒരു ബാലൻസ് വേണം ഡിസൈനിങ്ങിൽ. ഇപ്പൊ ഒരു സൈഡ് മാത്രം നമ്മൾ തിക്കി നിറച്ച് ഫോണ്ടുകളും ടെക്സ്ചറും എന്താ പറയാ ഷേപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു ഭാഗം നിറച്ചിട്ട് ഒരു ഭാഗം ബ്ലാങ്ക് ആക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ നമ്മള് എന്തെങ്കിലും സാധനം, ഇപ്പൊ വെജിറ്റബിൾ ആയിക്കോട്ടെ, ത്രാസിൽ ഒരു ഭാഗത്ത് ഒരുപാട് സാധനങ്ങൾ നിറച്ച് ഈ ഭാഗത്ത് ഒന്നുമില്ല,